പ്രൈസ് ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുതെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളുണ്ടെന്ന് നമ്മുടെ കർത്താപ്പച്ചൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നൊരു വലിയ വാഗ്ദത്തം കൂടെ നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഫിലിപ്പീൻസ് 4:6. ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, കടഭാരങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമുണ്ട്: പ്രാർത്ഥന. നമ്മുടെ കർത്താപ്പച്ചനോട് നമ്മൾ പ്രാർത്ഥിച്ച് ഏതൊരു വിഷയത്തിനും നമ്മുടെ കർത്താപ്പച്ചൻ നമുക്ക് മറുപടി തരും. നമുക്ക് ദുഃഖങ്ങൾ, ഭാരങ്ങളൊക്കെ വരുമ്പം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നു, അതുമല്ല നമ്മൾ മനുഷ്യരോടൊക്കെ പറയും, എന്തുവാ നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും, അത് സ്വാഭാവികം. പക്ഷെ മനുഷ്യരോട് പറഞ്ഞ് നമ്മുടെ കണ്ണുനീര് കളയുന്നേക്കായി നല്ലത് നമ്മുടെ കർത്താപ്പച്ചൻ്റെ സന്നിധിയിൽ നമ്മളൊന്നിരുന്നേ. നമ്മൾ ദിവസത്തിലൊരു 10-15 മിനിറ്റ് ഒന്നിരുന്നേ കർത്താപ്പച്ചനോട് പറഞ്ഞ് എൻ്റെ ഈ വിഷയത്തിന് എൻ്റെ കർത്താപ്പച്ചൻ മറുപടി തരണം. എൻ്റെ ഈ വിഷയം എനിക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല, നീ ഈ വിഷയത്തിൻ്റെ മേൽ പരിഹാരം ഉണ്ടാക്കണം. എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരായാലും നിങ്ങൾ പല ചിലപ്പോൾ രോഗത്താൽ വലയുന്നവരായിരിക്കും, ചിലപ്പോൾ കടഭാരങ്ങളുള്ളവരായിരിക്കും, ചിലപ്പോൾ കുടുംബ പ്രശ്നങ്ങളുള്ളവരായിരിക്കും. ആരായാലും നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ വെച്ചാൽ അതിന് നമ്മുടെ കർത്താപ്പച്ചൻ മറുപടി തരും. നമ്മുടെ കർത്താപ്പച്ചൻ ഒരിക്കലും നമ്മുടെ കണ്ണുനീരിന് മറികടന്നു പോകുന്ന ദൈവമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ കരയുമ്പോൾ നമ്മുടെ മനസ്സലിയത്തില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കരയുമ്പോൾ നമുക്ക് മനസ്സലിയും. അതുപോലെയാണ് നമ്മുടെ കർത്താപ്പച്ചൻ. യേശുപ്പച്ച, കർത്താപ്പച്ച, എനിക്ക് ഈ വിഷയത്തിന് പരിഹാരം തരണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പച്ച എന്ന് പറഞ്ഞ് ഒരു 2 കണ്ണുനീർ തുള്ളി ദൈവസന്നിധിയിൽ വീഴ്ത്തിയ അതിന് പ്രതിഫലമുണ്ട്. ആ കണ്ണുനീർ തുള്ളിയെ ദൈവം മറികടന്ന് പോകുന്ന ദൈവമല്ല. നമ്മുടെ കർത്താപ്പച്ചൻ ആ കണ്ണുനീരിനെ മറികടന്ന് പോകുന്ന ദൈവമല്ല. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ വിഷയം ഏതും ആയിക്കോട്ടെ, മനുഷ്യരോട് പറയുന്നേക്കായി നല്ലത് ദൈവത്തോട് പറ. ദൈവം നിങ്ങളുടെ വിഷയത്തിനെല്ലാം പരിഹാരം തരും. എല്ലാ വിഷയത്തിനും, സാമ്പത്തിക ബുദ്ധിമുട്ടാവട്ടെ, രോഗങ്ങളാവട്ടെ, എന്തുമായി ആയിക്കോട്ടെ, നിങ്ങളുടെ വിഷയത്തിന് ദൈവം പരിഹാരം തരും. നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല, ഒരു ഒറ്റ കാര്യവുമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോട് നമ്മൾ അടുക്കുക. കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ മടുപ്പ് ഉള്ളവരായി പോവരുത്. കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ദൈവമായിട്ട് അടുക്കുക. കാരണം ഒരു ദൈവ പൈതലിന് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നന്മ മാത്രമല്ല ഒരു ദൈവ പൈതലിനുള്ളത്, എല്ലാം ഉണ്ട്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എല്ലാം നമ്മൾ ഉണ്ട്. പക്ഷേ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവകൃപ, ആ ഒരു ദൈവസ്നേഹമുണ്ട്. നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു കൃപയുണ്ട്. അത് ദൈവം തരുന്ന കൃപയാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ പോയാലും നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയിലിരിക്കണം. പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രാർത്ഥനയിൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നമുക്ക് നമ്മുടെ ദൈവമായിട്ട് അടുക്കാം. ഈ നന്മ വരുമ്പോൾ മാത്രം ദൈവത്തോട് നന്ദി പറയുക. എന്തെങ്കിലും ദൈവം നന്മ ചെയ്താൽ മാത്രം, കർത്താപ്പച്ചൻ എന്തെങ്കിലും നന്മ ചെയ്താൽ മാത്രം കർത്താപ്പച്ചനോട് നന്ദി പറയുക അല്ല. എനിക്ക് തന്ന കഷ്ടതയ്ക്കായി സ്തോത്രം, എനിക്ക് തന്ന ഈ പ്രയാസത്തിനായി സ്തോത്രം, നീ ഈ വിഷയത്തിന് മേൽ മറുപടി തരണം.
പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദൈവവുമായിട്ട് ഒരുപാട് അടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ നമ്മുടെ കർത്താപ്പച്ചനായിട്ട് അടുക്കുവാനായിട്ടാണ്. ചിലവരുണ്ട് കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രം ദൈവസന്നിധിയിലോട്ട് ഓടിപ്പോവുക. അല്ല, നമുക്ക് നന്മയുള്ളപ്പോഴും നമ്മുടെ സുഖത്തിലും നമുക്ക് സാമ്പത്തികം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മൾക്ക് രോഗങ്ങളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ കർത്താപ്പച്ചനായിട്ട് അടുക്കണം. അല്ലാതെ കഷ്ടങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പം ദൈവസന്നിധിയിലോട്ട് ഓടിപ്പോവുക അങ്ങനെയല്ല. എപ്പോഴും സ്തോത്രത്തോടുകൂടെ ദൈവമായിട്ട് നമ്മൾ അടുക്കണം. നിങ്ങളുടെ വിഷയങ്ങൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിലിരിക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കും, നമ്മുടെ കർത്താപ്പച്ചൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കും. അപ്പാ, എനിക്ക് ഈ വിഷയത്തിന് പരിഹാരം വേണം, എനിക്ക് ഈ വിഷയത്തിന് നീ പരിഹാരം തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്ക്. ദൈവം അതിന് മറികടഞ്ഞു പോകത്തില്ല. ഒരു പാട്ടുണ്ടല്ലോ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും. നമ്മുടെ കർത്താപ്പച്ചൻ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. നമ്മുടെ കർത്താപ്പച്ചൻ കണ്ണുനീരിന് മറികടന്നു പോകുന്ന കർത്താപ്പച്ചനല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.